എച്ചിലാക്കുന്ന വായ എന്ന വർണ്ണന സൂര്യ നമ്പൂരിപ്പാടിനെ വർണ്ണിക്കുമ്പോഴാണ് ചന്തു മേനോൻ എടുത്തുപയോഗിച്ചത്. മാപ്രയിലും അങ്ങനെയൊന്നുണ്ട്. ആ വൃത്തികെട്ട വായ വാർത്താപരാധം പറഞ്ഞാണ് കേരളത്തെ ഇങ്ങനെ മുടിച്ചത് എന്ന് പറയാം. നമ്മുടെ കുംഭമേളയാണ് ഒടുവിൽ തീര. കേരളത്തിൽ നിന്നും ആളുകൾക്ക് കുംഭമേളയ്ക്ക് പോയത് 100% സാക്ഷരതയ്ക്ക് ക്ഷീണമായി എന്നാണ് കണ്ടെത്തൽ. വലിയ രോദനമാണ്. മറ്റൊരിടത്ത് കുംഭമേളയുടെ എണ്ണം ഇപ്പോൾ തിരക്കിക്കൊണ്ടേയിരിക്കുകയാണ്. AI മോണിറ്ററൈസിംഗ് സിസ്റ്റം, ഫുഡ് ഫാൾ ട്രാക്കിംഗ്, അക്കോമഡേഷൻ ഡേറ്റ, ട്രാൻസ്പോർട്ടേഷൻ ഡേറ്റ, സർവേസ് ആൻഡ് സാമ്പിളിംഗ് എന്നിങ്ങനെയുള്ള ശാസ്ത്രീയ പദ്ധതികളിലൂടെയാണ് ഇവിടെ എണ്ണം എടുത്തത്. ലോകത്തിനു മുന്നിലാണ് ആ കണക്കുകൾ അവതരിപ്പിച്ചതും. പക്ഷേ മാപ്രകൾക്ക് അതുപോരാ. പെറുക്കിയിട്ട് എണ്ണാഞ്ഞത് എന്താണ് എന്നാണ് ഇവരുടെ ചോദ്യം. ഒരു വിശ്വാസത്തെ, അതിന്റെ ആചാര പദ്ധതിയെ അവഹേളിക്കുകയാണ് ഇക്കൂട്ടർ. എങ്ങനെയാണ് വാർത്ത വായിക്കുന്നത് എന്നറിയാത്ത അവസ്ഥയിൽ ആയിരിക്കുന്നു. തലയിൽ നിലാവെളിച്ചം പോലുമില്ലാത്ത ഇത്തരം എരപ്പകളുടെ കഴമ്പറ്റ പൊങ്ങച്ചങ്ങളാണ് ഈ നാട് മുടിച്ചത് എന്ന് തന്നെ പറയാം. സാക്ഷരത പോലും കാർക്കിച്ചു മുഖത്താണ് തുപ്പേണ്ടത്. വഷളത്തം എന്നതിന് വഷളത്തം എന്ന് സ്ക്രോളിംഗ് ഹെഡ്ലൈനിൽ എഴുതി കാണിക്കുന്ന സാക്ഷരതയാണ് നമ്മളുടേത്. പ്രീമാ ഫേഷി പെണ്ണാണെന്ന് കരുതി ന്യൂസ് എയർ ചെയ്യുന്ന സാക്ഷരതയാണ് ചൂടുപട്ടിയെ തിന്നു എന്ന് പറയുന്ന നമ്മുടെ സാക്ഷരത. ആ സാക്ഷരതയാണ് സഹോദരിയുടെ കൂടെ കിടക്കാൻ 2 വയസ്സുള്ള കുഞ്ഞിനെ കിണറ്റിൽ എറിഞ്ഞ് കൊന്നതും. ആ സാക്ഷരതയാണ് ഒരു പൊതി കഞ്ചാവിന് പെറ്റ തള്ളയുടെ കഴുത്ത് അറുത്തത്. ആ സാക്ഷരതയാണ് ഇരുമ്പ് വടിക്ക് അടിച്ചു കൊന്നിട്ടും ഖേദമേഴാതെ ചൂടാതെ നിന്നത്. ആ സാക്ഷരതയാണ് സ്കൂൾ ക്ലാസ്സിൽ സഹപാഠിക്ക് വയർ വീർപ്പിച്ചു നൽകിയത്. അതേ സാക്ഷരത തന്നെയാണ് ചുറ്റികയ്ക്കടിച്ച് രക്തബന്ധങ്ങൾ അവസാനിപ്പിച്ചത്. അതേ സാക്ഷരത തന്നെയാണ് സഹപാഠിയെ 3 ദിവസം നഗ്നയാക്കി പീഡിപ്പിച്ച് ആനന്ദിച്ചിട്ട് കൊന്നു കെട്ടിത്തൂക്കിയത്. അതേ സാക്ഷരത തന്നെയാണ് കൂട്ടുകാരന്റെ നെഞ്ചിൽ കോമ്പസ് കൊണ്ട് ചിത്രം വരച്ചത്, അവന്റെ നിലവിളി സംഗീതം പോലും ആസ്വദിച്ചത്. പേര് കേട്ട ആ സാക്ഷരതാ ലഹരി കോളേജുകളിൽ നിന്ന് ചെറിയ പള്ളിക്കൂടങ്ങളെ തേടി പോയപ്പോഴാണ് തലയുടഞ്ഞ് ഒരു കുഞ്ഞ് കഴിഞ്ഞ ദിവസം മരിച്ചുപോയത്. പുരോഗമനവാദി മന്ത്രവാദവും നരബലിയും ചെയ്യുന്നത്, മനുഷ്യ മാംസം തിന്ന് തീർക്കുന്നത് ഇതേ സാക്ഷരതയിൽ തന്നെയാണ്. ഇടവേളകളില്ലാത്ത ഈ ദുരന്ത ജീവിതമാണ് ഇവിടെ ഇന്ന് സാധാരണമാകുന്നത്. അസാധാരണം കുംഭമേളയിലെ കുളി മാത്രമാണ്. പക്ഷേ ഞാൻ ഈ പറഞ്ഞവ എല്ലാം തന്നെ പ്രബുദ്ധ കൊലയാളികളാണ്. ആരും ഗംഗയിൽ മുങ്ങി അശുദ്ധമായിട്ടുമില്ല. ശരാശരിക്കും താഴെ ഇഴയുന്ന വകതിരിവറ്റ മാപ്രകളാണ് കേരളത്തിന്റെ ശാപം എന്ന് പറയാതെ വയ്യ. പത്രമാധ്യമത്തിൽ നിന്നും ദൃശ്യമാധ്യമങ്ങളിലേക്കുള്ള മാറ്റം ഗുണദോഷത്തിന്റെ പടുകുഴിയിലേക്കായിരുന്നു. പിഴച്ചു മാത്രമല്ല, പിഴപ്പിച്ചുമാണ് അവർ വയറ്റിപ്പിഴപ്പിനന്നം അന്വേഷിക്കുന്നത്. അങ്ങനെ കൂടി പിഴച്ച കേരളമാണ് ഇന്ന് കൊലക്കത്തിയെടുത്ത് കഴുത്തറക്കുന്നത്, ചുറ്റികയ്ക്കടിച്ച് തല തകർക്കുന്നത്. കുംഭമേളയെ ആക്ഷേപിച്ചത് കൊണ്ട് അതിന് ഒന്നും തന്നെ സംഭവിക്കില്ല. കുരച്ച ഒരു പട്ടിയും ചന്ദ്രനെ പരിക്കേൽപ്പിച്ചിട്ടുണ്ടോ? ഇല്ല. പക്ഷേ ആത്മസുഖത്തിന് അത് മതിയാകും. ഈ കൊലവിളികളേക്കാൾ നികൃഷ്ടമായി എന്തെങ്കിലും ഇവിടെയുണ്ട് എങ്കിൽ അത് ഈ കന്യാപുത്രരുടെ വാർത്തകളാണ്. എന്തായാലും സാക്ഷരതയുടെ വീമ്പ് നിങ്ങൾ കളയരുത്. തോൽക്കുന്നതിന് തൊട്ട് മുമ്പ് ഒരു ആത്മവിശ്വാസം എല്ലാ അരിശ്യൻ മുട്ടുകാർക്കും നല്ലതാണ്. കുംഭമേള ഭംഗിയായി, ആളുകൾ കുളിച്ച് ശുദ്ധരുമായി. പക്ഷേ ഇവിടെ വലിയ കരച്ചിലാണ്. വാവെടുത്ത് പശുവിന് കരച്ചിൽ വരാറുണ്ട്. ഏതെങ്കിലും കാളയ്ക്ക് മുന്നിൽ നിന്നാണ് ഈ പശു കരച്ചിൽ അടക്കിയിരിക്കുന്നത്. മതരോധനം അങ്ങനെ ശമിക്കും എങ്കിലും മതേതര രോധനത്തിന് അതുപോരാ. എൻ്റെ മുക്കാൽ മാധ്യമ സുഹൃത്തുക്കളോടും പറയുകയാണ്, നിങ്ങളുടെ വായ ചെവികളെ മാത്രമല്ല സകല വാർത്തകളെയും എച്ചിലാക്കുകയാണ്.